സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ. The different forms of public sector enterprises are departmental undertaking, statutory corporation and government company. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്നാണ്. The role of public sector. First one is development of infrastructure. The development of infrastructure is a prerequisite for industrialization in any country. The infrastructure consists of services like transportation, communication, irrigation, etc. The private sector did not show any initiative to invest in heavy industries. So, government set up various public sector undertakings and concentrate on core areas like steel plants, power generation plants, civil aviation, railways, petroleum, state trading, etc. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ഗതാഗതം, ആശയവിനിമയം, ഇന്ധനം, ഊർജം മുതലായ മേഖലകളിൽ പണം മുടക്കുന്നതിന് ആദ്യകാലങ്ങളിൽ സ്വകാര്യ സംരംഭകർ താൽപ്പര്യം കാട്ടിയിരുന്നില്ല. രാജ്യത്തിൻ്റെ വികസനം ഈ അടിസ്ഥാന മേഖലയുടെ വികസനമാണ് എന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ഈ മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതിന് വേണ്ടിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ലക്ഷ്യമായി നിർവചിച്ചിരുന്നത്. Then to remove regional imbalances. Development of backward regions so as to ensure a regional balance in the country is one of the major objectives of planned development. So the government starts industries in these backward regions. പ്രാദേശിക സന്തുലനം വികസനത്തിൽ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശങ്ങളിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയത്. വെൽ ഡെവലപ്ഡായ പ്രദേശങ്ങളിൽ സ്വകാര്യ സംരംഭകർ കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു, അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുന്നു. എന്നാൽ അവികസിത പ്രദേശങ്ങളിലെ ആളുകൾക്ക് തൊഴിലില്ല, അവിടെ വികസനം എത്തി നോക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രാദേശിക സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വ്യവസായ സംരംഭങ്ങൾ വികസനത്തിൽ പിന്നോക്കാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ആരംഭിക്കുന്നതിന് ഗവൺമെൻറ് മുൻഗണന നൽകി. ദെൻ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് റിക്വയർ ഹ്യൂജ് ക്യാപിറ്റൽ ഔട്ട്ലേ. The public sector had to step in to take advantage of economies of scale. Electric power plants, natural gas, etc. require a larger base to function economically, which was only possible with the government resources and a mass scale production. വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ള ഊർജോൽപാദനം, പ്രകൃതിവാതകം മുതലായ സംരംഭങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കണമെങ്കിൽ വൻതോതിലുള്ള പ്രവർത്തനം, വൻതോതിലുള്ള ഉൽപാദനവും അതിൻ്റെ വിതരണവും ഉറപ്പുവരുത്തണം. ഇവയെല്ലാം വിജയപ്രദമാകുവാൻ സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയും വലിയ സാമ്പത്തിക സ്രോതസ്സും ആവശ്യമായിരുന്നു. അതുകൊണ്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആവശ്യമായ സംരംഭങ്ങളെല്ലാം സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. Then to check monopoly. If business enterprises are left entirely to private sector, it will lead to concentration of economic power in the hands of few and monopolistic practices are encouraged. This gives rise to inequalities in income which is detrimental to society. സ്വകാര്യ മേഖലയിൽ സംരംഭങ്ങൾ കൂടുതലായി ആരംഭിക്കുമ്പോൾ
ആ സ്വകാര്യ മേഖല കൂടുതൽ സാമ്പത്തിക ശക്തിയും കരുത്തും ആർജിക്കുന്നു. അതിലൂടെ അവർക്ക് കുത്തകവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ എളുപ്പമാണ് എന്ന തിരിച്ചറിവോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. കുത്തകവൽക്കരണം നിരുത്സാഹപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് ഉണ്ടായിരുന്നത്. ദെൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. During the second and third 5-year plan period, India was aiming to be self-reliant in many spheres. Obtaining foreign exchange was a problem and it was difficult to import heavy machinery required for a strong industrial base. At that time, public sector companies involved in heavy engineering which help in import substitution. Several public sector companies like STC and MMTC have played an important role in expanding exports of the country. സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഹെവി എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. വലിയ മെഷീനറീസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വിദേശ നാണ്യം ധാരാളമായി ആവശ്യമായിരുന്നു. അപ്പോൾ വിദേശ നാണയ പരിമിതി ഉണ്ടായിരുന്നതിനാൽ രാജ്യത്ത് തന്നെ വൻ വ്യവസായശാലകൾ ആരംഭിക്കുവാൻ സർക്കാർ തീരുമാനമെടുത്തു. അതുപോലെ തന്നെ STC മുതലായ സ്ഥാപനങ്ങളിലൂടെ കയറ്റുമതി പ്രോത്സാഹന നടപടികളും ഊർജിതമാക്കി. ഇറക്കുമതിക്ക് പകരമായി രാജ്യത്ത് തന്നെ ഉൽപാദനം കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻതോതിൽ പ്രവർത്തനം ആരംഭിച്ചത്. ദെൻ പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള ഗവൺമെൻറ് നയത്തിൽ വന്ന വ്യതിയാനം. The Indian economy is in a stage of transition. The new economic policies emphasized liberalization, privatization and globalization (LPG). The role of public sector was redefined. It was not supposed to play a passive role, but to actively participate and compete in the market with other private sector companies in the same industry. 1991 സർക്കാർ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം (LPG) എന്ന നയം നടപ്പിലാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് നൽകുന്ന പിന്തുണ ഒരു പരിധിവരെ പിൻവലിച്ചുകൊണ്ട് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ബിസിനസ്സുകൾ, വ്യവസായങ്ങൾ, പല വ്യവസായങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കോടിക്കണക്കിന് രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാർ ഫണ്ട് കെട്ടിക്കിടക്കുമ്പോൾ സർക്കാരിൻ്റെ പൊതു കടം പെരുകുന്നു, അതിന്മേലുള്ള പലിശ ബാധ്യത ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കടം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നയങ്ങൾക്കെല്ലാം പിന്നിലുണ്ടായിരുന്നു. ഗവൺമെൻറ് പോളിസി ടുവേഴ്സ് പബ്ലിക് സെക്ടർ സിൻസ് 1991. The main elements of the government policy are restructure and revive potentially viable PSUs, close down PSUs which cannot be revived, bring down government's equity in all non-strategic PSUs to 26%, fully protect the interest of workers. 1991 വൻ മാറ്റങ്ങൾക്ക് വിധേയമായ നയം സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ ഓഹരി പങ്കാളിത്തം കുറച്ചു കൊണ്ടുവരിക,
നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയോ പുനരുദ്ധരിക്കുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യുക, സാധ്യമല്ലാത്തവ അടച്ചുപൂട്ടുക, ഇവയൊക്കെയായിരുന്നു ഈ നയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. ടിൽ 1991, 17 industries were reserved for the public sector, but now 3 industries, atomic energy, arms and rail transport, were reserved exclusively for the public sector. Private sector could enter all areas except the 3, and the public sector would have to compete with them. 1991 വരെ 17 വ്യവസായങ്ങൾ പൂർണ്ണമായും പൊതുമേഖലയ്ക്കായി നീക്കിവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 3 വ്യവസായങ്ങൾ മാത്രം പൊതുമേഖലയ്ക്ക് നീക്കിവെക്കുകയും ബാക്കി എല്ലാ മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. ഇന്ന് റെയിൽവേയിലടക്കം ഒരു പരിധിവരെ സ്വകാര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. Then disinvestment of shares of public sector enterprises. Disinvestment involves the sale of equity shares to the private sector and the public. The primary objectives of privatizing public sector enterprises are releasing the large amount of public resources locked up in non-strategic public sector enterprises, reducing the huge amount of public debt and interest burden, freeing these enterprises from government control and introduction of corporate governance, offer more choices to consumers. സോ ഡിസിൻവെസ്റ്റ്മെൻറ്റ് എന്നതിൻ്റെ അർത്ഥം പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സർക്കാരിൻ്റെ ഓഹരി പങ്കാളിത്തം കുറയ്ക്കുക. സർക്കാർ ഓഹരികൾ സ്വകാര്യ സംരംഭകർക്ക്, വ്യക്തികൾക്ക് വിറ്റ് സർക്കാരിൻ്റെ പൊതുകടം ഒരു പരിധിവരെ കുറയ്ക്കുക. അതുപോലെ തന്നെ സർക്കാർ സംരംഭങ്ങളിൽ ലോക്ക്ഡപ്പായി കിടക്കുന്ന തുക മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുക. കോർപ്പറേറ്റ് ഭരണം സർക്കാർ സംരംഭങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചോയ്സ്, മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭിക്കുന്നുള്ള അവസരമൊരുക്കുക എന്നൊക്കെയാണ് ഡിസിൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുക. Then strengthening the enterprises through memorandum of understanding. Here the government took steps to improve the performance of PSUs through a system of MOU by which managements were to be granted greater autonomy but held accountable for achieving specified targets and results. മാനേജ്മെൻറ്റും സർക്കാരും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെക്കുന്നു. എന്താണ് ഈ ധാരണാപത്രത്തിൻ്റെ പ്രസക്തി? മാനേജ്മെൻറ്റിന് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയാണ്. ഒരു കണ്ടീഷൻ കൂടി വെക്കുകയാണ്, സ്ഥാപനം വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായി നിശ്ചയിക്കുന്നു. സോ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഭരണനിർവഹണത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അതിൻ്റെ മാനേജ്മെൻറ്റിന് നൽകിക്കൊണ്ട് സ്ഥാപനത്തെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് MOUയിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചത്. Then policy regarding SIC units. All public sector units were referred to the Board of Industrial and Financial Reconstruction (BIFR) to decide whether that SIC unit was to be reconstructed or closed down. A national renewal fund was set up by the government to provide compensation to public sector employees seeking voluntary retirement.
അപ്പം നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ബോർഡിന് രൂപം നൽകി BIFR. അവർ നഷ്ടത്തിലുള്ള ഈ സ്ഥാപനങ്ങളെ ഏതെങ്കിലും തരത്തിൽ പുനഃസംഘടിപ്പിക്കാൻ പറ്റുമോ, അതോ ഇവ അടച്ചുപൂട്ടുകയാണോ നല്ലത് എന്ന് വിശദമായി പഠനം നടത്തി തീരുമാനം എടുക്കുന്നു. ഇങ്ങനെ അടച്ചുപൂട്ടേണ്ടി വരുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് നടക്കുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ സർക്കാർ നാഷണൽ റിന്യൂവൽ ഫണ്ട് സെറ്റപ്പ് ചെയ്തു. സോ ട്രസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. Thank you for your cooperation.